ഹലോ, എല്ലാവർക്കും ഹോംലിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഒരു മിഡിൽ ഈസ്റ്റേൺ ഡെസേർട്ടാണ്, ബസ്ബോസ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ബസ്ബോസ വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. അപ്പം ബസ്ബോസ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.25 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഈ റവ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഫൈനായിട്ടുള്ള റവയാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പൗഡേർഡ് ഷുഗർ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കോക്കനട്ട് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കോക്കനട്ട് പൗഡറായിട്ടില്ലെന്നുണ്ടെങ്കിൽ തേങ്ങ ചിരകിയത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൾസ് ചെയ്തെടുത്താലും മതിയാവും. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/3 കപ്പ് നമ്മൾ മെൽറ്റഡ് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സോൾട്ടഡ് ബട്ടർ തന്നെയാണ്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാല്, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണിത്, അതും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 250 ml ആണ് ഇതിൻ്റെ കൃത്യ മെഷർമെൻറ്റ്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു ഫൈൻ ബാറ്റർ ആകത്തക്ക രീതിയിൽ നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഓവൻ ഒരു 180 ഡിഗ്രിയിലേക്ക് നമുക്ക് പ്രീഹീറ്റ് ചെയ്യാനായിട്ടിടാം. ഇനി ഈ ബാറ്ററിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 10 മിനിറ്റത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മുടെ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്ത് ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇനി ആ ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് മെൽറ്റഡ് ബട്ടർ എടുത്തിട്ട് ഒന്ന് ഗ്രേസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് അതിൻ്റെ ബേസിലും സൈഡുകളിലും എല്ലാം നമുക്ക് നല്ലപോലെ ഈ ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് റവ ഇതിൻ്റെ ബേസിലേക്ക് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ എല്ലായിടത്തും സ്പ്രെഡ് ആവത്തക്ക രീതിയിൽ നല്ല കുറച്ച് റവ നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ബേക്ക് ചെയ്തെടുക്കാനായിട്ടുള്ള മോൾഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബാറ്റർ ഒന്ന് റെഡിയാക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ബാറ്റർ ഈ ബേക്കിംഗ് ട്രേയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് പതുക്കെ ഇതെല്ലാം ഫുള്ള് ഈ ട്രേയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനിയും നമ്മുടെ ഈ ബാറ്റർ നമുക്കിത് നല്ലപോലെ ഈ ട്രേയിലേക്ക് 4 വശത്തോട്ട് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം.
ഇനി നമുക്ക് ഒരു സ്പാച്ചുല കൊണ്ട് ഇത് നല്ലപോലെ ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ദാ ഇതിവിടെ കാണിക്കുന്ന പോലെ നല്ലപോലെ ഈ സെൻറ്ററിൽ കൂടെയും അതുപോലെ തന്നെ ഓരോ പോർഷൻസ് ആയിട്ട് നമുക്ക് ഇങ്ങനൊരു ഡിവിഷൻ ഇങ്ങനെ കൊടുക്കണം. നമുക്ക് അപ്പം ഇത് മുഴുവൻ നമുക്ക് ഇതുപോലെ ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇത് ഈ ഓരോ പോർഷൻസിൻ്റെ മേളിലോട്ടും നടുവേ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബദാം നമുക്കിതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ദാ ഇതുപോലെ നമുക്ക് ഓരോ പോർഷൻസിലേക്ക് നമുക്കൊന്ന് വെച്ച് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ഓവൻ അവിടെ പ്രീ ഹീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഓവനിലേക്ക് വെച്ച് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ ഒരു 30 to 40 മിനിറ്റ്സ് നമുക്കിത് ബേക്ക് ചെയ്യേണ്ടി വരും. നമുക്കപ്പോൾ ഇത് ഓവനിലേക്ക് വെക്കാം. ഈ സമയം നമുക്കൊരു ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളത്തിൽ ഒരു 1/2 കപ്പ് പൗഡർഡ് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ഷുഗർ സിറപ്പ് ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു ലെമണിൻ്റെ 1/4 പോർഷൻ ലെമൺ എടുത്തിട്ട് കുരുവില്ലാതെ നമുക്ക് ഈ ഷുഗർ സിറപ്പിലേക്ക് ഈ ലെമണിൻ്റെ ജ്യൂസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മുടെ ഷുഗർ സിറപ്പ് ക്രിസ്റ്റലൈസേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നല്ലൊരു ഫ്ലേവറും കിട്ടും. എന്നിട്ടിത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇതിന് പകരം നമുക്ക് റോസ് വാട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഷുഗർ സിറപ്പ് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പം നമ്മുടെ ബസ്ബോസയൊക്കെ ഇവിടെ നല്ലപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു 35 മിനിറ്റ്സ് ടൈം എടുത്തു ഇതൊന്ന് ബേക്ക് ചെയ്ത് കിട്ടാനായിട്ട്. ഓരോരുത്തരുടെയും ഓവൻ്റെ ഇതനുസരിച്ച് ചിലപ്പോൾ ടൈമിങ്ങിന് കുറച്ച് വ്യത്യാസം വരും. അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ഒരു ടൂത്ത് പിക്ക് എടുത്ത് നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുമ്പേ ഡിവൈഡ് ചെയ്ത് വെച്ച പോർഷൻസിലൂടെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ദാ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇത് ബേക്കായിട്ട് വരുന്ന ടൈമിൽ ഇതിൻ്റെ മേൽവശം ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കുമെന്ന് തോന്നിയാൽ നമുക്ക് കുറച്ച് ബട്ടർ ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളൊരു 30 മിനിറ്റ്സ് കഴിഞ്ഞ് ഓവൻ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഇത് കുക്കായിട്ടില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടിത് കിട്ടും. എന്നിട്ട് നമുക്ക് ടൂത്ത് പിക്ക് ഇട്ടൊന്ന് സെൻറ്ററിൽ ഇതുപോലെ പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് കുക്കായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ പോർഷൻസ് ഇവിടെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനിയും ഇതിൻ്റെ മേളിലോട്ട് നമ്മൾ മുമ്പേ പ്രിപ്പയർ ചെയ്ത് വെച്ച ഷുഗർ സിറപ്പ് ഇതിൻ്റെ മേളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇങ്ങനെ ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഈ ഡെസേർട്ട് നല്ല ഒരു സ്വീറ്റായിട്ടും അതുപോലെ തന്നെ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗും ആയിരിക്കും നമ്മളിത് കഴിക്കുമ്പോൾ കിട്ടുന്നത്. നല്ല ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ലൊരു സ്വീറ്റായിട്ടുള്ളൊരു ഡെസേർട്ടാണിത്. നമ്മളിപ്പം ഇതിൻ്റെ എഗ്ലെസ് വേർഷനാണ് നമ്മളിപ്പോൾ ഇവിടെ ട്രൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബസ്ബോസയൊക്കെ ഇപ്പോൾ ഷുഗർ സിറപ്പിൽ നല്ലപോലെ സോക്കായിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇപ്പം നമ്മളിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിത് സെർവ് ചെയ്യുമ്പം നമുക്ക് ഇനിയും കുറച്ചുകൂടെ മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ സെർവ് ചെയ്യുന്നതിൻ്റെ മേളിലോട്ട് കുറച്ചുകൂടെ ഷുഗർ സിറപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എക്സ്ട്രാ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നില്ല. കുറച്ചുകൂടെ മധുരം താല്പര്യമുള്ളവർക്ക് ഇനിയും കുറച്ച് ഷുഗർ സിറപ്പ് അതിൻ്റെ മേളിലോട്ട് ഒഴിച്ച് കഴിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ സെർവ് ചെയ്താലും മതിയാവും. അങ്ങനെ നമ്മുടെ നല്ല സ്വീറ്റ് ആയിട്ടുള്ളതും നല്ല മോയിസ്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ബസ്ബോസ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊരു ഗെറ്റ് ടുഗെദർ ഉള്ളപ്പോഴും അതുപോലെ തന്നെ ഗസ്റ്റ് വരുമ്പോഴും ഒരു ഡിഫറെൻ്റായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഡെസേർട്ട് കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിൻ്റെ റിമൈനിങ് ബാക്കി വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഷുഗർ സിറപ്പ് ഉള്ളത് അതും കൂടി ഇതിൻ്റെ മേളിലോട്ടൊന്ന് ഒഴിച്ച് ആഡ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് വെക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേയിൽ അത് ചെറിയ തണുപ്പോടെ നമ്മളത് കഴിക്കാനായിട്ട് അത് ഭയങ്കര ടേസ്റ്റ് ഉള്ളതായിരിക്കും. അപ്പോൾ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്യാത്തവർ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റാണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. പുതിയൊരു വീഡിയോയുമായി ഉടനെ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.